നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ? രാജഹംസങ്ങൾ നിന്റെ പാട്ടിൻ്റെ വെണ്ണയുണ്ണുന്നുവോ? പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവുപോൽ നെഞ്ചിലമരുന്നു. മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. നീ ദേവശില്പമായി ഉണരുന്നു. ഇതൊരമരഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം. അലഞ്ഞുറിയുമാഷാഢതീരം, അതിലമൃദു പെയ്യുമീ ഏഴാം യാമം. അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ, ഈ പ്രണയദർപ്പത്തിലമരാൻ വാ. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്വാതിപ്രിയ. ആലപ്പുഴയാണ് എൻ്റെ സ്ഥലം. ഞാനൊരു ന്യൂ വ്ളോഗറാണ്. ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി ഈ ചാനൽ തുടങ്ങുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. എൻ്റെ മോളാണ് മിഴി, കൃതിക മിഴി എന്നാണ് പേര്. പുള്ളിക്കാരി കുഞ്ഞിലെ മുതലേ അത്യാവശ്യം ഡാൻസ് കളിക്കും, പാട്ടൊക്കെ പാടും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ച് എൻ്റെ മോൾക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ്. പക്ഷേ കൊച്ചു കുട്ടികളല്ലേ, നമ്മൾ വില്ലിങ് ആയിട്ടുള്ളപ്പോൾ അവൾ പാടാൻ റെഡിയല്ല. അവൾ പാടുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല. എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചൊക്കെ പാട്ട് പാടും, നല്ല പോലൊന്നും പാടത്തില്ല, എന്നാലും കുറച്ച് പാട്ട് പാടും. പാട്ട് പാടുമെന്നേ ഉള്ളൂ. അത് നല്ലതാണോ അല്ലയോ എന്ന് നിങ്ങൾ കേട്ടിട്ട് തീരുമാനിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത്. ഞാൻ ആദ്യം ഷോർട്ട് വീഡിയോ ആണ് ഒരു പാട്ട് പാടിയായിട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇനി കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന്. അത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വ്ളോഗ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആലപ്പുഴയാണ് സ്ഥലം. ഇവിടെ എൻ്റെ ഫാമിലി, ഞാൻ, ഹസ്ബൻഡ്, 2 കുട്ടികൾ, ഹസ്ബൻഡിൻ്റെ അച്ഛനുണ്ട്. അമ്മ മരിച്ചുപോയി. 2.5 വർഷത്തിന് മുകളിലായി അമ്മ മരിച്ചിട്ട്. പിന്നെന്താ, ആലപ്പുഴയിലെ കരുവാറ്റ എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ സ്ഥലം. ഇനി എനിക്കങ്ങനെ ഒരുപാട് വലിയ വലിയ വ്ളോഗ്സ് ഒന്നും എടുക്കാനൊന്നും അറിയില്ല. ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് പാടും, ചെറുതായിട്ട് ഡാൻസ് കളിക്കും, പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് വരുന്നത്. പിന്നെന്താ, ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മെയിൻ റീസൺ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴല്ല, ഞാൻ എൻ്റെ വരും വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ അല്ല യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇനി വരും വീഡിയോസിൽ പറയാം. അതൊരു വലിയൊരു റീസണാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഞാൻ കടന്നു പോയ ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് വരെ എത്തിച്ചേർന്നത്. അതൊക്കെ ഞാൻ ഇനി വരും വീഡിയോസിൽ പറയാം. എൻ്റെ മോൻ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. മോള് ഇപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും എൻ്റെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇനി വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ വരും വ്ളോഗ്സിൽ ഞാൻ എൻ്റെ ഫാമിലിയെയും എൻ്റെ ഫ്രണ്ട്സിനെയും എനിക്കേറെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളെയും നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. എനിക്കങ്ങനെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല. ഞാൻ അധികം അങ്ങനെ ഫോട്ടോസും അങ്ങനെയൊന്നും എടുക്കുന്ന ആളല്ല. പിന്നെ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊരാഗ്രഹം വന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ക്യാമറയുടെ മുന്നിലിരുന്ന് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് കൂടുതൽ എന്നെ ഇഷ്ടപ്പെടാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ മോളുടെ വീഡിയോസൊക്കെ ഞാൻ കൂടുതൽ ഇടാൻ ശ്രമിക്കാം. ഇപ്പോൾ എൻ്റെ മോൾ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത്. കൊച്ചു കുട്ടികളല്ലേ, ഇപ്പോൾ ഈ ക്യാമറയും ഫോണും സ്റ്റാൻഡും ഒക്കെ കാണുമ്പോൾ അവർക്കൊരു അട്രാക്ഷൻ തോന്നുമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ മോൾ ഉണരുമ്പോൾ
അപ്പം ഒന്നും കൂടെ പറയുന്ന, എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. പിന്നെന്താ, നിങ്ങൾക്ക് ഏതൊക്കെ പാട്ടാണ് പാടി കേൾക്കാൻ ആഗ്രഹമുള്ളതെന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ എന്നെക്കൊണ്ട് പാടാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ ഞാൻ ആ പാട്ടൊക്കെ പാടുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് ഹൈ ലെവൽ പിച്ചുള്ള പാട്ടൊന്നും എനിക്ക് കുറേ നാളുകൊണ്ട് പാട്ട് അധികം പാടാത്തതുകൊണ്ട് ഞാനിപ്പം കുറച്ച് തണുത്ത ഫുഡൊക്കെ ഏറെ കഴിക്കുന്നുണ്ട്. എനിക്ക് ത്രോട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് വലുതായിട്ട് പാടാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ അത്യാവശ്യം പാടി വരുന്നുണ്ട്. കാരണം ഒരു ലോങ് ഗ്യാപ്പായിരുന്നു. കുറേ വർഷങ്ങളായി ഞാൻ ചുമ്മാതെ പാടുമെന്നാണ്. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ പിന്നെയും പാട്ട് പാടാൻ തുടങ്ങിയത്. എൻ്റെ മോൾക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൾ കാർട്ടൂൺസ് ഒന്നും അധികം കാണാറില്ല. കൂടുതലും ഇങ്ങനെ പാട്ട് ആണ്. ടി വിയിൽ കണക്ട് ചെയ്യുമ്പോൾ പാട്ടാണ് കൂടുതലും. അവൾക്ക് ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. അത് കേട്ടുകൊണ്ട് കുറേ നേരം ഇരിക്കും. അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും പാടാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ പാട്ട് ഒന്നും കൂടെ പറയാണ്. ബോറടിക്കുന്നുണ്ടായിരിക്കുമല്ലേ? കുഴപ്പമില്ല. ഇനി വരും വീഡിയോസ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പിക്കപ്പ് ആവും. ഇപ്പം അറിയത്തില്ലല്ലോ, ചിലപ്പോൾ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി വീഡിയോസ് ഇട്ടിട്ട് വരുമ്പം നമുക്കതൊരു നല്ല ചേഞ്ച് വരും. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ അതനുസരിച്ച് മാറ്റാൻ ശ്രമിക്കാം. നല്ല സജഷൻസോ എന്തെങ്കിലും, എന്നിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്ത് വീഡിയോസാണ് വേണ്ടത്, അതൊക്കെ ഞാൻ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.